ഇന്ന് നമ്മൾ കണ്ണൂർ പാർശ്ശിനിക്കടവ് അമ്പലത്തിൽ പോകുന്നതാണ് കേട്ടോ. അങ്ങനെ അവിടെ എത്തി ഒരു 6:30 ഒരു 6:30 7 7:30 ആ ഒരു ടൈമിലാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ഒരു 10:30 ആ ഒരു ടൈം ആയപ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തുകയും ചെയ്തു. എത്തി നമ്മൾ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചു, പ്രസാദമൊക്കെ വാങ്ങി പുറത്തിറങ്ങി. പിന്നെ നമ്മൾ ബോട്ടിൽ കയറി. അവിടെ തന്നെ ബോട്ട് അതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ അവിടെ കയറി. അങ്ങനെ അവിടുന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. ഈ വീഡിയോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് ഏകദേശം 40,000-ൻ്റെ മുകളിൽ വ്യൂസ് പോയിട്ടുണ്ട്. ഇപ്പോഴും വ്യൂസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം വ്യൂസ് പോകാറുണ്ട്, പക്ഷേ മുത്തപ്പൻ്റെ വീഡിയോ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയധികം വ്യൂസ് കൂടുതൽ പോയത്. അപ്പോൾ പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ നമ്മൾ പോയത് തലശ്ശേരി കോട്ട കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് ഇറങ്ങിയതുകൊണ്ട് തന്നെ അവിടുന്ന് അമ്പലത്തിലധികം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് അവിടുന്ന് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ വരുന്ന വഴിക്കാണ് കോട്ടയിൽ കയറിയത്. പിന്നെ നല്ല വെയിലായിരുന്നു, അപ്പോൾ കുറച്ച് സമയം കോട്ടയിലൊക്കെ ഇരുന്നിട്ട് പോകാൻ. ഇതാണ് നമ്മുടെ എൻട്രൻസ് എന്ന് പറയുന്നത്. കോട്ടയിലേക്ക് കയറുന്നതിൻ്റെ അവിടെയുള്ള മതിലും കാര്യങ്ങളൊക്കെയാണിത്. ഇതുവഴിയാണ് നമ്മൾ കോട്ടയിലേക്ക് കയറി വരുന്നത്. 2 സൈഡിലുമായിട്ട് എന്തോ ഒരു ഗുഹ പോലത്തെ സംഭവമുണ്ട്. എനിക്ക് തോന്നുന്നു പണ്ടത്തെ കാലത്ത് ഈ ആൾക്കാർക്ക് മറ്റേ കാവൽക്കാരില്ലേ, അവർക്ക് നിൽക്കാനുള്ള എന്തോ സംഭവം തോന്നുന്നു. അങ്ങനെ ഇവിടെ കൂടുതലും കുട്ടികളൊക്കെയാണ് വരുന്നത്. കാരണം ഇത് മറ്റേ ചരിത്ര സ്മാരകങ്ങളൊക്കെ ആയതുകൊണ്ട് കുറേ പഠിക്കാനും അതൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ കുറേ കുട്ടികളാണ് വരുന്നത്. പിന്നെ ഇത് നമ്മളെ പീരങ്കി ആണെന്നാണ് പറഞ്ഞത്. ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള അറിവ് എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല, പക്ഷെ കുറേ കാലപ്പഴക്കം ഉണ്ട് ഇതിന് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഗാർഡൻ എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ശ്രദ്ധിച്ച അതാണ്. എനിക്ക് ചെടികളോട് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ആദ്യം ശ്രദ്ധിച്ചൊരു കാര്യമാണിത്. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കടൽ കാണാൻ പറ്റും. ദൂരെയായിട്ട് കാണുന്നില്ലേ, അത് കടലാണ്. പിന്നെ ഇതൊക്കെ അതിനോട് ചേർന്നിട്ടുള്ള വീട് പോലെ ഇങ്ങനെ കാണുന്നുണ്ട്. ഇതൊക്കെ അതിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ്. ഇതിൻ്റെ ഫുൾ വ്യൂ ആണ് ഞാനിങ്ങനെ റൗണ്ട് ചെയ്ത് കാണിക്കുന്നത്. പിന്നെ ഇതിന് കുറച്ച് കാലപ്പഴക്കം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, എത്രയോ കാലം മുന്നേ ഉള്ള സംഭവമാണ്. അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഫുള്ള് കല്ല് കൊണ്ടാണ് കോട്ട ഫുള്ള് ഉണ്ടാക്കിയിരിക്കുന്നത്. നടക്കുന്ന വഴിയിലും ഫുള്ള് കല്ലാണ്. പിന്നെ നമ്മളൊരു വീട് പോലെ കണ്ടു എന്ന് പറഞ്ഞല്ലേ, അത് വീടല്ല, ഒരു പഴയ ജയിലാണെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് എനിക്കറിയില്ല, ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ 2-3 തവണ മുന്നേ ഞാൻ പോയിട്ടുള്ള സ്ഥലമാണ്. 3 തവണ പോയിട്ടില്ല, 2 തവണ പോയിട്ടുണ്ട്. അപ്പം ഇതിനുള്ളിൽ ഇങ്ങനെ കുറേ അഴികൾ കാണുന്നുണ്ട്. അതിനുള്ളിൽ വേറെയും റൂമുകൾ ഇതുപോലെ ഒരു ജയിൽ പോലെ അഴികളായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ എന്താ പറയുക, എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചിരിക്കുന്ന അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ്. ഇവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതിലൂടെ ഒക്കെ ഇങ്ങനെ നടക്കുമ്പോൾ എത്രയോ കാലം മുന്നേ ജീവിച്ച് കുറേ പേര് മരിച്ചതും അങ്ങനത്തെ ഒക്കെ സ്ഥലമാണ് ഇതെന്ന് നമുക്കൊരു നെഗറ്റീവ് ഫീൽ വരില്ലേ, അത് ഇവിടുന്ന് വരുന്നില്ല കേട്ടോ. എനിക്ക് ഇവിടുന്ന് ഒരു പോസിറ്റീവ് ഫീലാണ് വന്നത്. പിന്നെ ഇതുപോലെ പോകുന്ന വഴിക്ക് ഇതുപോലെ കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ എന്താ പറയുക, ജയിൽ പോലത്തെ സംഭവങ്ങൾ കാണുന്നുണ്ട്. ഇതെന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, പക്ഷേ ഉള്ളിലേക്കൊരു സ്പേസ് ഉണ്ട്. ഞാൻ പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തൊക്കെയോ ഒരു പ്രത്യേക ഫീലാണ് വരുന്നത്. എനിക്ക് ഈ ചരിത്ര സ്മാരകങ്ങൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്തൊക്കെയോ ഒരു ഓർമ്മകൾ വരുന്ന പോലെ എനിക്ക് തോന്നലുണ്ട്. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോൾ എന്നെ കളിയാക്കലുണ്ട്. ഇവിടെ ഇരിക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക വൈബ് തോന്നുന്നുണ്ട്. ഒരു നെഗറ്റീവ് ഫീലല്ല, ഒരു പോസിറ്റീവ് ഫീൽ വരുന്നുണ്ട്. പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്ന പോലെ. അതായത് ഞാൻ ആലോചിക്കുക, അന്നത്തെ കാലത്ത് എങ്ങനെയാണ് ഈ സ്ഥലങ്ങളൊക്കെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ആൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. യുദ്ധങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കും, ഈ കോട്ടേൻ്റെ ഉള്ളിൽ എത്ര ആൾക്കാർ മരിച്ചിട്ടുണ്ടാവും, എത്ര ആൾക്കാർ ഇവിടെ ജീവിച്ചിട്ടുണ്ടാവും. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മ വരുന്നത്. പിന്നെ കോട്ട കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ബംഗ്ലാവ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പണ്ടത്തെ കാലത്തുള്ള ബംഗ്ലാവുകളൊക്കെ ഇല്ലേ, ആ ഒരു ഫീലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ചെടികളൊക്കെ ബ്യൂട്ടിഫുള്ളായിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ ഈവനിങ് ഇവിടെ വന്നിരിക്കുക ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലം വേറെ ഇല്ല. കൂടുതലും ഈ സ്റ്റഡി ടൂറിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടികളൊക്കെ ഇവിടെ വരുന്നത്. പിന്നെ മുകളിലേക്ക് നമ്മൾ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ ഇതുപോലത്തെ ഒരു സ്ഥലത്ത് വന്ന് ചേരുന്നുണ്ട്. ഇവിടുന്ന് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു സ്കൂൾ കാണാം. അതുപോലെ തന്നെ സൈഡിലായിട്ട് ഒരു പള്ളിയുണ്ട്, പിന്നെ ഒരു സെമിത്തേരി ഉണ്ട്. അവിടെയൊക്കെ കുറേ ഇങ്ങനെ ശവപ്പെട്ടിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കുന്നത് തന്നെ എനിക്ക് ഭയങ്കര റിലാക്സേഷൻ ആയിരുന്നു. ഏകദേശം ഒരു ഈവനിങ് 4-4:30 ആയപ്പോഴാണ് നമ്മളിവിടുന്ന് ഇറങ്ങിയത്. കാരണം അത്രയും പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതുവഴിയാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ടേക്ക് കയറി വന്നത്. ഈ സൈഡിലായിട്ട് കാണുന്നൊരു വഴിയില്ലേ, അതിലെയാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നിട്ട് പിന്നെ കോണിയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ ഇവിടുന്ന് ഒരു 4:30 ആയപ്പോഴത്തേക്കും നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. നല്ല വെയിലുണ്ട്, പക്ഷെ ഇവിടെ ഇരിക്കുമ്പോൾ കുറച്ച് തണലാണ്. അത് കഴിഞ്ഞ് തിരിച്ച് വരുന്ന അവിടുന്ന് ഒരു ഹാർബർ ഉണ്ട്, തലശ്ശേരി തന്നെ, അവിടത്തേക്കാണ് നമ്മൾ പോയത്.
തുറമുഖം എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഗേറ്റിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ അവിടെയും കൂടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതുവരെ ഇതുപോലത്തെ ഒരു സ്ഥലത്ത് കയറിയിട്ടില്ല. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ കുറേ അധികം കപ്പലുകൾ, ബോട്ടുകൾ, ഇതൊക്കെ ഇവിടെ ഇങ്ങനെ, കപ്പലല്ല ബോട്ടുകളാണ് കണ്ടത്. കുറേ അധികം ഉണ്ട്. പിന്നെ അവിടെ ഒരു പോലീസുകാരനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് കാണുന്നത്. ഇങ്ങനെ ഇവിടെ നിന്നാണ് മീൻ പിടിച്ചിട്ട് നമ്മളെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മളിങ്ങനെ പോയി അവിടെ ഒരു വണ്ടി സൈഡിൽ നിർത്തിയിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു അവിടെ. ഇത് കാണാൻ വന്ന ആൾക്കാരല്ല, അവരൊക്കെ മീനെ പിടിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. നമ്മൾ മാത്രമാണ് കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ സൈഡിലായിട്ട് നോക്കിയപ്പോൾ അവിടെ ബോട്ടിൻ്റെ കുറേ ഇതൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുള്ള കണ്ട്. ഇത് കേടായ ബോട്ടാന്ന് തോന്നുന്നു. അവിടെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്. ഇവിടെ എന്തോ കായ പോലത്തെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ കായ എന്താണെന്ന് ഞാൻ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്. പണ്ട് കുട്ടിയായിരുന്നപ്പോഴെങ്ങാണ്ട് കണ്ടതാണ്. എന്താണ് കായ എന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയപ്പോൾ ഒരു അടിപൊളി വ്യൂ നമുക്ക് കിട്ടിയിട്ടാണ്. കാരണം കടലും അതുപോലെ ഈ സൂര്യനും എല്ലാം കൂടെ ഉള്ള ഒരു അടിപൊളി ഒരു ഇത് കിട്ടി. അപ്പോൾ നമ്മളതിങ്ങനെ സിനിമാറ്റിക്കിലിട്ട് നല്ല അടിപൊളിയായിട്ട് കുറച്ച് ഇതൊക്കെ എടുക്കുമായിരുന്നു, വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഇവിടുന്ന് നമ്മൾ ഫോട്ടോസൊന്നും എടുക്കാൻ നിന്നില്ല, വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ ബോട്ടിൻ്റെ വീഡിയോസ്, അങ്ങനത്തെ കുറേ വീഡിയോസാണല്ലോ അവിടെ മെയിനായിട്ട്. അതൊക്കെ എടുത്ത് നമ്മൾ അവിടുന്ന് തിരിച്ചിറങ്ങി. ഇത് നമ്മൾ ടൈം ഉള്ളപ്പോൾ കയറിയത്. വൈകുന്നേരം കുറച്ച് ടൈം ബാക്കിയുള്ളതുകൊണ്ടാണ് നമ്മളിവിടെ കയറിയത്. അല്ലെങ്കിൽ നമ്മളിവിടെ കയറാൻ നിൽക്കില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു വന്നത്. പിന്നെ ഇവിടെ കണ്ടപ്പോൾ ഞാൻ ഇതുവരെ കാണാത്തൊരു സംഭവം ആയതുകൊണ്ട് മാത്രം കയറിയത്. പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഒരു 6:30 ആകുമ്പോൾ വീട്ടിലേക്ക് എത്താമെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിലാണ് നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുത്തത്. പോകുന്ന വഴിക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ ഒരു 6:30 ആകുമ്പോഴത്തേക്കും വീട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ.